നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരമര വരുന്ന നക്ഷത്രങ്ങളുടെ 14/6/2026 മുതൽ 26/6/2026 വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള ഫലമായി തന്നെ കാണുക. കൂടുതൽ വിശദമായിട്ടുള്ളൊരു ഫലം ലഭിക്കുന്നതിന് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ 14/6/2026 മുതൽ 26/6/2026 വരെയുള്ള കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരമര നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കണം. കുടുംബത്തിലെ സ്വത്ത് തീരുമാനങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളോ പെട്ടെന്നുള്ള മാറ്റങ്ങളും ഉണ്ടാകാൻ ഒരു സാധ്യത കൂടി ഈ സമയം കാണുന്നുണ്ട്. അറിവ് നേടാനും ആശയവിനിമയങ്ങളിൽ പ്രാഗൽഭ്യം കാണിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമയം. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇതെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ചെറിയ രീതിയിൽ അധികാരഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിൽ വന്ന് തോന്നിയേക്കാം. ഇത് കുടുംബത്തിലെ ഇടപെടലുകളിൽ ബാധിക്കാതെ നോക്കുന്നതും വളരെ നല്ലതായിരിക്കും. എന്നിരുന്നാൽ കൂടി കുടുംബപരമായിട്ടുള്ളൊരു ഉയർച്ച, പ്രത്യേക പദവി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി അഗാധമായിട്ടുള്ള ഒരു ബന്ധമായി മാറും. നല്ല സമയമാണ് നിങ്ങൾക്ക് ഈ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു റിലേഷന്. എന്നിരുന്നാൽ കൂടി സഹോദരങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സാധ്യതയുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ സംസാരത്തിലെ ദേഷ്യമോ ഈഗോയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുടുംബപരമായിട്ടും ധനപരമായിട്ടും 15-ാം തീയതിക്ക് ശേഷം ഒരു പുരോഗമനം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരുന്നതാണ്. പഴയ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രാധാന്യമറിക്കുന്ന ആത്മീയ ചിന്തകരെയോ ആത്മീയ പണ്ഡിതന്മാരെയോ നമുക്ക് കണ്ടുമുട്ടാവുന്ന, ആചാര്യന്മാരെയൊക്കെ കണ്ടുമുട്ടാവുന്ന ഒരു ഭാഗ്യം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരാം. ഈ ഒരു സമയം സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾക്കോ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായേക്കാവുന്നൊരു സമയം കൂടിയാണത്. ആരോഗ്യപരമായിട്ട് ചില ആശങ്കകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പറയാതെ മറന്നുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാം. എന്നിരുന്നാൽ കൂടി അത് ഈ സമയത്ത് തന്നെ പറഞ്ഞ് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധാരാളം ജലം കുടിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. വെള്ളം നന്നായി കുടിക്കുക. കാരണം അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ
അതായത് എന്തെങ്കിലും അസ്വസ്ഥതകളോ അനുഭവപ്പെടാതിരിക്കാൻ വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉത്തമമായിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ്. നന്നായി ജലം കുടിക്കുക. രക്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീക്കം, മുറിവുകൾ, പൊള്ളലുകൾ, പനി എന്നിവയൊക്കെ ഈ ഒരു സമയത്ത് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും അനുഭവത്തിൽ വന്നേക്കാം. ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. മാനസികമായിട്ട് എന്തെങ്കിലും ആകുലതകൾ, സമ്മർദ്ദങ്ങളൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. പെട്ടെന്നുള്ളതോ അപ്രതീക്ഷിതമായതുമായിട്ടുള്ളൊരു യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരും. ഈ യാത്രകൾ അധികവും തൊഴിൽപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലൂടെ ഉയർച്ച അനുഭവത്തിൽ വരും. കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ശ്രദ്ധകൾ പുലർത്തുന്നത് നല്ലതായിരിക്കും. സംസാരത്തിലൊരു നിയന്ത്രണം പാലിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണത്. സഹോദരങ്ങൾ മുഖേന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നൊരു സമയം കൂടിയായിട്ട് നമുക്കിത് കണക്കാക്കണം. നല്ല യാത്രകൾ പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. വീടുമായി ബന്ധപ്പെട്ട പല മാറ്റങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. വാഹനങ്ങളുമായിട്ടുള്ള ചെറിയ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക്, വാഹനം വാങ്ങാനുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങാം. പക്ഷേ എന്നിരുന്നാൽ കൂടി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനും ഈ ഒരു സമയം ക്ഷേത്ര ദർശനം, പ്രാർത്ഥന ഒക്കെ വളരെ ഗുണകരമായിരിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയാതെ വരികയോ ശ്രദ്ധക്കുറവ് മൂലം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തേക്കാവുന്ന ഒരു സമയം കൂടിയാണത്. ഓഹരി വിപണി പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നത് ഉചിതമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ശത്രുക്കളിൽ നിന്നോ എതിരാളികളിൽ നിന്നോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതൊരു വിധം പരിഹരിക്കപ്പെടാനും കൂടി സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും അവർ മുഖേന നിങ്ങൾക്ക് ധനനഷ്ടമോ ഒക്കെ അവിചാരിതമായിട്ട് ധനനഷ്ടമൊക്കെ വന്നു ചേരാം. അതുകൊണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്വന്തം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് തള്ളിക്കളയാനാവില്ല. മുഴുവൻ ചതവൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും ശ്രദ്ധിക്കുക. യാത്രകളിലും ദൈനംദിന കാര്യങ്ങളിലും പരമാവധി മുൻകരുതൽ എടുക്കുന്നത് ഉചിതമായിരിക്കും. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ദീർഘായുസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് തന്നെയാണിത്. ഭാഗ്യവും ആത്മീയമായ കാര്യങ്ങളിലെ വിജയവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരവും ഒക്കെ വന്നു ചേരാവുന്നൊരു സമയം കൂടിയായിരിക്കും അത്. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സുഖസൗകര്യങ്ങളും പതിയെ പതിയെ വന്നു ചേരുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ പുതിയ വഴികൾ തുറക്കുന്നതിനും തൊഴിൽ വളർച്ചയ്ക്കും ഉചിതമായൊരു സമയം കൂടിയാണത്. സാമ്പത്തികമായ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ കൂടി ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെല്ലുവിളിയോ മാറ്റങ്ങളോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനത്തിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ശുഭഫലം തന്നെ നമുക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇതെല്ലാമാണ്
കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം, അര വരുന്ന നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം 14/6/2026 മുതൽ 20/6/2026 വരെയുള്ള കാലയളവിൽ അവർക്ക് വരാവുന്ന ഒരു പൊതുവായിട്ടുള്ള ഫലം. ഇവയൊക്കെയായിരുന്നു. ഒരു പൊതുവായിട്ടുള്ള ഫലമായി മാത്രം കാണുക. അപ്പോൾ എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.